വാണിജ്യ ഗ്യാസിന്റെയും ഇന്ധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം കാരണം ഹോട്ടൽ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ. ഇതിനകം 30% ഹോട്ടൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിൽ ഹോട്ടൽ വ്യാപാരം മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് കെ അച്യുതൻ പറഞ്ഞു. ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് പോയിരുന്നു. ഇതിൽ ചെറിയൊരു ശതമാനം തൊഴിലാളികളാണ് തിരിച്ചെത്തിയത്. എത്തിയവർ ഇരട്ടി ശമ്പളമാണ് ആവശ്യപ്പെടുന്നതെന്നും അച്യുതൻ പറഞ്ഞു. ഡിസംബർ മാസം 1653 രൂപയാണ് ഗ്യാസിന്റെ വില. ഇപ്പോൾ 3200 രൂപയായി വർദ്ധിച്ചു. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഉൾപ്പെടെ വില വർദ്ധിച്ചു. പല വ്യഞ്ജനങ്ങൾക്കും കൂടി. മത്സ്യമാംസങ്ങൾക്ക് നിത്യേന വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അച്യുതൻ പറഞ്ഞു. ഹോട്ടൽ വ്യവസായത്തെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായമില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെന്റ് കുറച്ചും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കാരണം മാർക്കറ്റിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ. കാരണം കോഴിക്കിപ്പോൾ 100, 110, 120 170 റുപ്യയായി കോഴിക്ക്. അതേപോലെ എല്ലാ സാധനങ്ങൾക്കും നിത്യോപയോഗ എല്ലാ സാധനങ്ങളും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി നിന്ന് അതിഥി തൊഴിലാളികളെല്ലാം തുടക്കം അങ്ങോട്ടേക്ക് നിന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അതോടൊപ്പം തന്നെ മാർച്ച് ആകുമ്പോൾ ഇലക്ഷൻ്റെ പേരും പറഞ്ഞിട്ട് പോയിട്ട് ആരും തിരിച്ചു വരില്ല. അഥവാ തിരിച്ചു വന്നാൽ തന്നെ അതുവരെ ദിവസം എന്ന് കഴിഞ്ഞാൽ 200 റുപ്യ വാങ്ങിയോ അല്ല 500 റുപ്യ വാങ്ങിയോ അല്ല 1000 റുപ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3000 റുപ്യ 4000 റുപ്യ കഴിക്കുന്നു. ഹോട്ടലുകളിൽ ആ മേഖലകളിൽ നിന്ന് പഴയ വർക്ക് ചെയ്യാൻ ആളെ കിട്ടാത്ത സ്ഥിതിയാണ്. ഇതെങ്ങനെയാണ് ഈ ഹോട്ടലുകൾ മുന്നോട്ട് പോവുക? അതേപോലെ ഗ്യാസ് മാത്രമല്ല, അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസലും വർധനവ് അത് ഹോട്ടലുകളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.